കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെയാണ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷന്റെ വൈറ്റ്ല സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്നയെ 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അവരുടെ കാറിൽ നിന്നായിരുന്നു വൈറ്റ്ല പൊന്നുരുന്നിക്ക് സമീപം വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. കാറിൽ നിന്ന് 45,000 രൂപ കണ്ടെത്തുകയും ചെയ്തു. സ്ഥിരം കൈക്കൂലി വാങ്ങുന്ന സ്വപ്നയെ വിജിലൻസ് സംഘം കുരുക്കുകയായിരുന്നു. വിജിലൻസ് തയ്യാറാക്കിയ കൊച്ചി കോർപ്പറേഷനിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടികയിലെ മുൻനിരക്കാരിയാണ് പിടിയിലായ സ്വപ്ന. കഴിഞ്ഞ 4 മാസക്കാലമായി വിജിലൻസിന്റെ നിരീക്ഷണത്തിലുള്ള സ്വപ്ന വൻതോതിൽ കൈക്കൂലി വാങ്ങിയെന്നാണ് വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്യാനാണ് സ്വപ്നയെ വിജിലൻസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. സ്വപ്നയുടെ സ്വത്തുവകകളിലും വിജിലൻസ് പരിശോധന നടത്തുന്നുണ്ട്. 2019 തൃശൂർ കോർപ്പറേഷനിൽ ജോലിയിൽ പ്രവേശിച്ച സ്വപ്ന 2023 വൈറ്റ്ല സോണൽ ഓഫീസിൽ എത്തുന്നത്. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ സ്വപ്നയും കുടുംബവും സമ്പാദിച്ച സ്വത്തുവകകളും അത് വാങ്ങാൻ ചെലവാക്കിയ പണത്തിന്റെ സ്രോതസ്സുമടക്കം പരിശോധിക്കാനൊരുങ്ങുകയാണ് വിജിലൻസ്. അതേസമയം താനാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നതെന്നായിരുന്നു സ്വപ്നയുടെ മൊഴി. ബിൽഡിംഗ് ഇൻസ്പെക്ടർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരടക്കം കൈക്കൂലിക്കാരാണെന്നും ബിൽഡിംഗ് ഇൻസ്പെക്ടർമാർ കൂട്ടമായി കൈക്കൂലി വാങ്ങി വീതം വെക്കാറുണ്ടെന്നും സ്വപ്ന നൽകിയ മൊഴിയിൽ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.